ആമേൻ. ഒരു മനുഷ്യൻ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയണം. പിന്തിരിഞ്ഞു നോക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, ആ അനുഭവം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു. ഉപദ്രവിക്കപ്പെട്ട അനുഭവങ്ങൾ. എന്നാൽ ഉപദ്രവങ്ങളിൽ ഒതുങ്ങുകയല്ല അനുഭവം. അവർ എന്നെ ഉപദ്രവിച്ചു, പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലകളിൽ നീ ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടവനാ, നിന്ദിക്കപ്പെട്ടവനാ, തകർക്കപ്പെട്ടവനാ. കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, നീ എന്നെ എത്ര ഉപദ്രവിച്ചിട്ടും അവർക്ക് നിന്നെ ജയിപ്പാൻ കഴിഞ്ഞില്ല. നാം പലപ്പോഴും പറയും, രാത്രിയിലെ 4 യാമങ്ങളിലും സ്തോത്രം അവർ പടക് മുങ്ങുമാറായി എന്ന്. നമ്മളെപ്പോഴും പറയുന്നൊരു ഭാഗമുണ്ട്: കർത്താവേ, രാത്രിയിലെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് വിടുവിച്ചതുപോലെ ഒന്ന് വിടുവിക്കണമേ എന്ന്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. സന്ധ്യയിങ്കൽ ആരംഭിച്ച തിരക്കും കാറ്റിനും ഈ 3 യാമങ്ങൾ കഴിഞ്ഞ് 4-ാം യാമത്തിൽ കയറിയിട്ടും അവൻ്റെ പടകിനെ തള്ളിയിടാൻ കഴിഞ്ഞോ? 4-ാം യാമത്തിൽ കിട്ടിയ വിടുതലിനേക്കാൾ വലുതാണ് 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുമെങ്കിലോ ആ പടകിനെ മുക്കാൻ കഴിയാതെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, തിരിഞ്ഞ അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ ലഭിച്ച വിടുതലുകളെക്കാട്ടിലും പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ കരം ശ്രേഷ്ഠമാണ്. ലഭിച്ച വിടുതലുകളുടെ മാധുര്യത്തെക്കാട്ടിലും കഷ്ടതയുടെ ദിനരാത്രങ്ങളിൽ ആടിയുലയാതെ, വേരുപറിയാതെ, കൊമ്പൊടിയാതെ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ സ്വാധീനത വലിയതാണ്. ആമേൻ. പറയുമ്പോൾ ഉപദ്രവങ്ങളെക്കുറിച്ച് പറഞ്ഞോ, പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്: അവർ ഉപദ്രവിച്ചിട്ടും സ്തോത്രം എന്നെ ജയിപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. അടുത്ത ഭാഗം പറയുകയാണ്: ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു. ആമേൻ. പുറത്ത് വീണ മുതുകിന്മേൽ വീണ വേദനകളെ മുഴുവനും, മുതുകിന്മേൽ വീണ മുറിവുകളെ മുഴുവനും താൻ പറയുകയാണ് ഇതൊക്കെ ഉഴവാണെന്ന്. എന്താണ് ഉഴവിൻ്റെ പ്രത്യേകത? ഉഴുത മണ്ണിനകത്ത് വിതയ്ക്കപ്പെടും. വിതച്ച മണ്ണിനകത്ത് കൊയ്ത്ത് നടക്കുക. ഇന്നലകളിൽ നീ ഏറ്റ മുറിവുകളെ നോക്കി പറ, ഇതൊക്കെ ഉഴവുകളാണ്. നിന്നെ തകർക്കാനല്ല ദൈവം അത് അനുവദിച്ചത്. നിന്റെ മുതുകിൻ മേൽ അവൻ നീളത്തിൽ കീറി, വാക്കുകൾ കൊണ്ട് നിന്നെ കീറി, പോരുകൾ കൊണ്ട് നിന്നെ കീറി, ആഭിചാരം കൊണ്ട് നിന്നെ കീറി, ആമേൻ, ദുഷ്ടമായ തന്ത്രങ്ങൾ കൊണ്ട്, പൊളിറ്റിക്സ് കൊണ്ട് നിന്നെ കീറി. ശരിയാണ്, നിന്റെ മുതുകിന്മേൽ അവൻ കീറലിട്ടു. പക്ഷെ ഒരു കാര്യം നീ അറിയണം: അവൻ കീറുമ്പോൾ ദൈവം അത് ഉഴവാക്കി മാറ്റി തീർത്തോ. കാരണം ഇന്നലകളിൽ ശത്രു നിന്നെ ഉഴുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വലിച്ചിങ്ങനെ നീളത്തിൽ കീറുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉഴവ് പൊളികൾക്കകത്ത് അവന് വിതയ്ക്കാൻ വിത്തവൻ്റെ കളപ്പുരയ്ക്കകത്ത് ഇരുന്നത് കൊണ്ട് ദൈവം അത് അനുവദിച്ചത്. ആമേൻ. ആകയാൽ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തൻ്റെ അനുഭവത്തെ പറയുക. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: എനിക്കെതിരെ ശത്രു എത്ര പൊരുതിയാലും അതിനെക്കാട്ടിലും എൻ്റെ മനസ്സിനെ ഭരിക്കുന്ന ഒരു കതകമുണ്ട്. നീതിയുള്ളൊരു ദൈവം എനിക്കുണ്ട്. നീതിയുള്ളൊരു ദൈവം എനിക്കുണ്ട്. നീതിയുള്ളൊരു ദൈവം എനിക്കുണ്ട്. അവൻ എനിക്കെതിരായ ശത്രുവിൻ്റെ കയറുകളെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. ആമേൻ. അത് ദൈവത്തിങ്കലുള്ള തൻ്റെ ഉറപ്പിനെ പറയുകയാണ്. അതിനുശേഷം 5 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ അനുഭവങ്ങളല്ല പറയുന്നത്, ദൈവത്തിലുള്ള ആശ്രയമല്ല പറയുന്നത്. താൻ ഒരു ജഡ്ജിനെ പോലെ, ഒരു പ്രൊഫറ്റിനെ പോലെ താൻ അധികാരത്തോടുകൂടി പറയുകയാണ്: സിയോനെ പകയ്ക്കുന്നവർ, ദൈവജനത്തെ പകയ്ക്കുന്നവർ, അഭിഷക്തനെ പകയ്ക്കുന്നവർ, എൻ്റെ വിശ്വാസത്തെ എതിർക്കുന്നവർ, എൻ്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്നവർ, അതെന്തായിത്തീരുമെന്ന് ഞാൻ പറയാ. ഐ ആം ദ ജഡ്ജ് ഓഫ് മൈ ഒപ്പോണൻ്റ്. എനിക്കെതിരെ നിൽക്കുന്നവൻ്റെ വിധി പറയുന്നത് ഞാനായിരിക്കും. ഒരധികാരത്തിൽ കയറി നിന്ന് സംസാരിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലെ, പ്രതികൂലങ്ങളിൽ നീ അനുഭവങ്ങളെക്കുറിച്ച് പറയാം, സങ്കടങ്ങളെക്കുറിച്ച് പറയാം, ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് പറയാം. അതിലുപരിയായി നിനക്ക് പറയുവാനൊന്നുണ്ടാകണം. അധികാരത്തിൻ്റെ ഭാഷ നിൻ്റെ അധരങ്ങളിൽ ഉണ്ടാകണം. ഞാൻ ഈ വാക്യത്തിൻ്റെ നടുഭാഗത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് മാത്രം കടന്നു വരികയാണ്. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ നീതി എനിക്കെതിരായ ദുഷ്ടൻ്റെ കയറുകളെ അറുത്തു കളയുന്നതാണ്. നിൻ്റെ ദൈവത്തിൻ്റെ നീതി നിന്നെ കെട്ടുവാനുള്ള കയറുകളെ അറുത്തു കളയുന്നതാണ്. അമേൻ, അമേൻ. ഇവിടെ സ്പെസിഫിക്കായിട്ട് അമേൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. കണ്ടോ, ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 വിധത്തിലുള്ള കയറുകളുണ്ട്. ഒന്ന്, അവന് അനുഗ്രഹകരമായ കയറുണ്ട്. 2, അവന് ദോഷകരമായ കയറുണ്ട്. അനുഗ്രഹകരമായ കയറുകളെ നാം പഠിക്കുമ്പോൾ 118-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം
തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. ഇവിടെ ഒരു കയറിനെ നമുക്ക് കാണുവാൻ കഴിയുക. യാഗപീഠത്തെയും യാഗപശുവിനെയും തമ്മിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കയറ്. ആമേൻ. യാഗപീഠമാകുന്ന ക്രിസ്തുവിങ്കലേക്ക്, യാഗപീഠമാകുന്ന ദൈവസാന്നിധ്യത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന, ദൈവേഷ്ടത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുവരുന്നതായ ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ, ഒരു അധികാരത്തിൻ്റെ കയറ്. ആ കയർ നമ്മളിൽ നിന്ന് അഴിയാതിരിക്കട്ടെ. നിന്റെ പിന്നാലെ എന്നെ വലിക്കുക, നമുക്ക് ഓടിപ്പോകാം. ആമേൻ. ദൈവസ്നേഹത്തിൻ്റെ കയറിനകത്ത് നമുക്ക് കെട്ടപ്പെടാം. ദൈവേഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിതമായിരിക്കുവാൻ, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോട് ചേർത്ത് കെട്ടപ്പെടുവാൻ നമുക്ക് ആ കയറുകൾ നമുക്ക് ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ ആരാധനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കയറ്. യെശയ്യാപ്രവചനം 54 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു കയറിനെ കാണുവാൻ കഴിയും. നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ഈ പറയുന്ന കയറ് എന്ന് പറയുന്നത് നിന്റെ കൂടാരത്തിൻ്റെ വിശാലതയാണ്. പഴയ കാലങ്ങളിൽ ടെൻറ്റുകൾ കെട്ടുമ്പോൾ, കൂടാരം അടിക്കുമ്പോൾ ആ കൂടാരം ദൂരത്തടിച്ചിരിക്കുന്ന കുറ്റിയുമായി ചേർത്ത് കെട്ടുന്ന, ആമേൻ, ഇന്ന് നമ്മൾ സർക്കസ് കൂടാരങ്ങളുടെയൊക്കെ സമീപത്തേക്ക് ചെന്നാൽ വലിയ റോപ്പുകൾ, ആമേൻ, വലിയ കയറുകൾ ഇങ്ങനെ വടം കെട്ടി നിർത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുക. അപ്പോൾ പറയുകയാണ്, ഈ കയറുകൾ എൻ്റെ കൂടാരത്തെ പിടിച്ചു നിർത്തുന്നതാണ്. സഭയെന്ന ദൈവകൂടാരത്തെ, കുടുംബമെന്ന ദൈവകൂടാരത്തെ, ആമേൻ, നിന്റെ വിശ്വാസ ജീവിതമെന്ന ദൈവകൂടാരത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന കയറുകൾ. ആ കയറിങ്ങനെ നീട്ടിക്കെട്ടിയാൽ കൂടാരം വിശാലമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സംരക്ഷണത്തിൻ്റെ കയറാണത്. വീണ്ടും സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേവ്യ കുലങ്ങൾക്ക് ശുശ്രൂഷ വിഭജിച്ചു കൊടുക്കുകയാണ്. കെഹാത്യർ, മെരാര്യർ, ഗർശോന്യർ, ഇങ്ങനെ 3 കുലങ്ങൾക്ക് ശുശ്രൂഷ വിഭജിച്ചു കൊടുക്കുമ്പോൾ, ഗർശോന്യ ശുശ്രൂഷ വിഭജിക്കുമ്പോൾ സംഖ്യാപുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ മറശീലയും പ്രാകാരവാതിലിൻ്റെ മറശീലയും അടുത്ത ഭാഗം അതിൻ്റെ എല്ലാ വേലയ്ക്കും ഉള്ള കയറുകളാകുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയ കയറുകൾ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആ വേലയ്ക്ക് വേണ്ടിയുള്ള കയറുകൾ. ആമേൻ. അപ്പോൾ അത് ദൈവം നമുക്ക് നൽകിയതായ അനുഗ്രഹത്തിൻ്റെ കയറാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായ കയറുകൾ, ദൈവസഭയെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന, ആമേൻ, പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്ന, ആമേൻ, ചുക്കാൻ്റെ കെട്ടു പിടിച്ചു നിൽക്കുന്ന, ആമേൻ, അമരത്തെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന, തോണിയെ കപ്പലിനോട് ചേർത്ത് കെട്ടുന്ന, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കയറുകൾ. വീണ്ടും 4-ാമതായി യെരമ്യാപ്രവചനം 38-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കാവൽപുരമുറ്റത്ത് കുണ്ടറയ്ക്കകത്ത്, കുഴിക്കകത്ത്, ചെളിക്കുഴിക്കകത്ത് അകപ്പെട്ടുപോയ യെരമ്യാവ്, ആ യെരമ്യാവിനെ പിടിച്ചു കയറ്റുവാൻ തൻ്റെ കുടുംബത്തിലും കുലത്തിലും ആരുമില്ലാതിരിക്കുമ്പോൾ, കൂശ്യനായ ഏബേദ് മേലക്ക് എന്ന് പറയുന്ന ഒരു അന്യജാതിക്കാരൻ കടന്നു വന്ന് ഇസ്രായേലിലെ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു, ആ യെരമ്യാവ് കുഴിയിൽ കിടന്ന് ചത്തുപോകാതിരിക്കേണ്ടതിന് ഞാൻ അവനെ പോയി രക്ഷിക്കട്ടെ. ഏബേദ് മേലക്ക് എന്ന് പറയുന്ന ആ കൂശ്യൻ കടന്നുപോയി ഒരു വലിയ കയറെടുത്ത് പഴംതുണികളും ഇട്ടുകൊടുത്തിട്ട്, ആമേൻ, യെരമ്യാപ്രവചനം 38-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ യെരമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. ജീവിതത്തിൽ ശത്രു നമ്മളെ അകപ്പെടുത്തി കളയുന്ന കുഴികൾക്കകത്തു നിന്ന് നമ്മളെ വലിച്ചു കയറ്റുന്ന ചില കയറുകളുണ്ട്. കണ്ടോ, ഞാൻ 4 അനുഗ്രഹത്തിൻ്റെ കയറുകളെ കുറിച്ച് പറഞ്ഞു. 1, ദൈവേഷ്ടം ചെയ്യുവാൻ, ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന കയറ്. 2, നമ്മുടെ കൂടാരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കയറ്. 3, സ്തോത്രം, ശുശ്രൂഷയ്ക്കുള്ള കയറ്. 4, നമ്മുടെ രക്ഷയ്ക്കുള്ള കയറ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രത്യേകം പറയുകയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ആമേൻ, നീ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തുകളയണമേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയുടെ കയറുകൾ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ തിന്മയുടെ കയറുകളുമായി പിശാച് കയറി വരിക. എന്നാൽ ദൈവത്തിൻ്റെ നീതി ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തുകളയുക. ഇന്ന് പകൽക്കാലം നിനക്കെതിരായ പൈശാചിക കയറുകളെ, നിനക്കെതിരായ ദുഷ്ടൻ്റെ കയറുകളെ ഇന്ന് പകൽ അറുത്തു മാറ്റുന്നത്, ഇന്ന് പകൽ ദൈവം അതിനെ പൊട്ടിച്ച് കളയുന്നത് നിനക്ക് അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ കാണുവാൻ കഴിയുക. ഈ ഉപവാസ പ്രാർത്ഥന ചില കയറുകൾ ദൈവം അറുത്തു കളയുന്ന പകലായിരിക്കട്ടെ.
എൻ്റെ ദൈവത്തിൻ്റെ നീതി എനിക്കെതിരായ ദുഷ്ടൻ്റെ കയറുകളെ അറുക്കുക. എന്താണ് ഈ ദുഷ്ടൻ്റെ കയറുകൾ? ഞാൻ അതിനകത്തൊരു പ്രധാനപ്പെട്ട 7 ദുഷ്ടൻ്റെ കയറുകളിലേക്ക് കടന്നു വരാം. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഓരോ കയറുകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ കയറുണ്ടെങ്കിൽ ആ കയറിനെ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ ദൈവകൃപയ്ക്കകത്ത് അത് പൊട്ടുന്നത് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാവോ. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം ദൈവജനത്തിൻ്റെ നോമ്പിനെയും ഉപവാസത്തെയും കുറിച്ച് പറയുകയാണ്. എന്താണ് നോമ്പ്, എന്താണ് ഉപവാസം? നോമ്പിലും ഉപവാസത്തിലും ദൈവം ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് യെശയ്യാ 58:6 പറയുകയാണ്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തു ചില കയറുകൾ അറുക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ ആ കയറുകൾ മുറിയപ്പെടുമ്പോഴാണ് ദൈവത്തിന് ഉപവാസത്തിൽ ഇഷ്ടമുണ്ടാകുന്നത്. ഇന്ന് പകൽ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ഉപവാസത്തിൻ്റെ ശക്തി ഇന്ന് ഈ പ്രാർത്ഥനാ സമയത്ത് വെളിപ്പെടട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടട്ടെ. കയറുകൾ അറുക്കപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ കയറ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നുകത്തിൻ്റെ അമിക്കയറെന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പറയുകയാണ് ടു ലൂസ് ദ ബാൻഡ് ഓഫ് വിക്കഡ്നെസ്. ദുഷ്ടതയുടെ കയറുകൾ അഴിയപ്പെടട്ടെ. ഇന്ന് പകൽ അധരം തുറന്ന് പറ, അന്യായ ബന്ധനങ്ങളെന്ന്. ആമേൻ. യെശയ്യാ 58:6 മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലൂസ് ദ ബാൻഡ്സ് ഓഫ് വിക്കഡ്നെസ്. നിനക്കെതിരെ ദുഷ്ടത കൊണ്ട് കെട്ടിയിരിക്കുന്ന കയറുകളെ അഴിച്ചു കളയുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ് ടു അൺഡു ദ ഹെവി ബർഡൻ. ആമേൻ. ദുഷ്ടതയുടെ കയർ അഴിയുമ്പോൾ എന്തോ സംഭവിക്കുമെന്നറിയാമോ? ടു അൺഡു ദ ഹെവി ബർഡൻ. നിന്റെ മുകളിലുള്ള വലിയ ഭാരം ഒഴിഞ്ഞു പോകും. ഇന്ന് പകൽ ദൈവം ചില ദുഷ്ടതയുടെ കയററുക്കുമ്പോൾ നിന്റെ മേൽ ശത്രു കെട്ടിയിട്ട ഭാരം അത് അഴിഞ്ഞു പോകും. കുടുംബത്തെക്കുറിച്ചുള്ള ഭാരം, ശുശ്രൂഷയ്ക്കകത്തുള്ള ഭാരം, നീ എന്തി തൊട്ടാലും വല്ലാത്ത ബേഡന. നിന്റെ തലമുറ നിനക്കൊരു ബേഡനാകുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ സഭ, നിന്റെ ശുശ്രൂഷ, നിന്റെ ജീവിതം തന്നെ നിനക്കൊരു ബേഡനാകുമ്പോൾ ഇന്ന് പകൽ ആ ബേഡനെ ദൈവം റിമൂവ് ചെയ്യുന്നത് നിന്റെ മേൽ കിടക്കുന്ന ബാൻഡ്സ് ഓഫ് വിക്കഡ്നെസ് ബ്രേക്ക് ആകുമ്പോഴാണ്. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ കിടക്കുന്ന വലിയ ഭാരങ്ങൾ, നിന്റെ മേൽ കിടക്കുന്ന വലിയ ഭാരങ്ങൾ അഴിയത്തക്കവണ്ണം, നിന്റെ മേൽ കിടക്കുന്ന വലിയ ഭാരങ്ങൾ ഒഴിയത്തക്കവണ്ണം ദുഷ്ടതയുടെ കയറുകൾ അഴിയട്ടെ. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വെളിപ്പാടിനെ കൈമാറി ഞാൻ പറയുന്നു. നിന്റെ ഹൃദയത്തിൽ നിന്നൊരു വലിയ ഭാരം, നിന്റെ ചുമലിൽ നിന്നൊരു വലിയ ഭാരം, നിന്റെ ശിരസിൽ നിന്നൊരു വലിയ ഭാരം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. അത് അവൻ്റെ കയറുകളെ അഴിക്കുന്നതാണ്. ദുഷ്ടതയുടെ ബാൻഡുകൾ, ദ ബാൻഡ്സ് ഓഫ് വിക്കഡ്നെസ്, ഇന്ന് പകലത് അഴിഞ്ഞു മാറുമ്പോൾ അപാരകം പ്രവർത്താനിയ അജുനാരകാല മൗഡിവ പ്രവർത്താനിയ, നിന്റെ ഭാരം ഒഴിയുകയാണ്. വലിയൊരു കല്ല് കെട്ടി നിന്റെ ചുമലിൽ വെച്ച് ആ കല്ല് ഉരുണ്ടു പോകാതിരിക്കാൻ ദുഷ്ടതയുടെ ബാൻഡ് കൊണ്ട് അതിന്മീതെ കെട്ടിയത് ദൈവം അഴിച്ചു കളയുന്നത് കൊണ്ട് സ്തോത്രം. യഹോവ നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ നീതി നിന്റെ കയറുകളെ അറുത്തു കളയുമ്പോൾ നിന്റെ ചുമടിലിരിക്കുന്ന ഒരു വലിയ ഭാരം അതിങ്ങനെ ഉരുട്ടിക്കളയുക. ഗിൽഗാലിൽ വെച്ച് നിന്നയുടെ കല്ല് ഉരുട്ടിക്കളഞ്ഞതുപോലെ അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ നിന്ന് ഒരു തടസ്സത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ ഇന്ന് പകൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ ഭാരത്തെ ഉരുട്ടി മാറ്റി. അപാരഘട ജരം പ്രവർത്തേനിയ അലബലക സംപ്രവാർത്ഥനാദിയ. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. കയറുകൾ ദ്രവിക്കുന്നത് നാം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ഓർമ്മ വരുന്നത് ന്യായാധിപ കാലത്തിലെ ശിംശോന്റെ ജീവിതമാണ്. ശിംശോനെ കുറിച്ച് നമ്മൾ പറയും, നമ്മളെപ്പോൾ കയറുകളെ പൊട്ടിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ശിംശോനെ ചേർത്ത് പറയാറുണ്ട്. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ പ്രധാനമായി 2 കയറുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഗുഹയിൽ താൻ പാർക്കുകയാണ്. തൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടെ തൻ്റെ അടുക്കൽ വന്നു. ആ മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ച് ലേഹിയിൽ കൊണ്ടുപോയി ഫെലിസ്ത്യർക്ക് കൈമാറുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. 12-ാം വാക്യത്തിൽ ഇങ്ങനെ, ഏതാമ്പാറയുടെ ഗുഹരത്തിലിരിക്കുന്ന ശിംശോന്റെ അടുക്കലേക്ക് 3000 കുടുംബക്കാർ വന്ന് നിൽക്കുകയാണ്. 3000 കുടുംബക്കാരിൽ ഒരുത്തൻ പോലും ശിംശോന് വേണ്ടി അനുകൂലമായി സംസാരിക്കാനില്ല. അവരെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നറിയാമോ? അവർ വലിയ കയറും മേടിച്ചു
പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 12-ാം വാക്യത്തിൽ അവർ ശിംശോനോടെ അടുക്കൽ, ഗേദാംപാറയുടെ ഗുഹയ്ക്കകത്തിരിക്കുന്ന ശിംശോന്റെ അടുക്കൽ പറയാ, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വന്നതെല്ലാം കുടുംബക്കാരും ചാർച്ചക്കാരുമാ. എന്തിനാ വന്നിരിക്കുന്നതെന്നറിയാമോ? നിന്നെ കെട്ടാനാ വന്നിരിക്കുന്നത്, നിന്നെ പിടിച്ചു കെട്ടാ. ആമേൻ. ശിംശോൻ അവരോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ കൊല്ലത്തില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു കയറുണ്ട്, ആ കയറുകൊണ്ട് നിന്നെ കെട്ടി ഞങ്ങൾ എന്ത് ചെയ്യോ? ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, നിന്നെ ചിലർക്ക് ഒറ്റുകൊടുക്കാൻ, നിന്നെ ചിലർക്ക് കാണിച്ചു കൊടുക്കാൻ, നിന്റെ കുടുംബക്കാരും കൂട്ടുകാരും സ്നേഹിതരും ചില കയറുകളുമായി നിനക്കെതിരെ വരുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശിംശോൻ ഇങ്ങനെ നിന്നുകൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബക്കാരെന്നെ കെട്ടട്ടെ, എന്നെ ശത്രുവിങ്കൽ ഒറ്റുകൊടുക്കാൻ, എന്നെ പിശാചിൻ്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാൻ, എന്നെ അബദ്ധങ്ങളിൽ കൊണ്ടിടുവാൻ, എന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്കെന്നെ കെട്ടണമല്ലേ? നീ എന്നെ കെട്ടിക്കോ. 3000 പേര് ചേർന്നൊരു മനുഷ്യനെ കെട്ടി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നീ ഗതി പിടിക്കാതെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാൻ വാക്കുകൊണ്ട് നിന്നെ കെട്ടി, ആമേൻ, ആഭിചാരം കൊണ്ട് നിന്നെ കെട്ടി, ഏത് കയറുകൊണ്ട് നിന്നെ കെട്ടി പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വന്നിരിക്കട്ടെ. എന്നാൽ അവരങ്ങനെ കെട്ടി ലേഹിയിലേക്ക് കൊണ്ടുപോയി കെട്ടപ്പെട്ടവനായി ലേഹിയിലെത്തിയ ശിംശോൻ, സ്തോത്ര, ഒരു പുതിയ കയറുകൊണ്ട്, സ്തോത്ര, ശിംശോനെ കെട്ടാൻ വേണ്ടി പുതിയ കയറും മേടിച്ചു കൊണ്ട് വന്നിരിക്കുക. ആമേൻ. 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. പാറ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉറപ്പുള്ള ആത്മീയതയുടെ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. അവനെ ഇങ്ങനെ പാറയിൽ നിന്ന് കെട്ടിയെടുത്ത് അവനെ ലേഹിയിൽ കൊണ്ടുപോയി. കെട്ടപ്പെട്ടവനായി ലേഹിയിലെത്തിയ ശിംശോനെ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇങ്ങനെ ആർക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ സംരക്ഷിക്കേണ്ടിയവർ നിന്നെ ബന്ധിക്കുമ്പോൾ, നിന്റെ കൂടെ നിൽക്കേണ്ടിയവർ നിന്നെ കെട്ടുമ്പോൾ, നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ ഒറ്റുകൊടുക്കുമ്പോൾ, നിനക്ക് ചാർച്ചക്കാരായിരിക്കുന്നവർ നിനക്ക് പ്രതികൂലമായി നിന്ന് നിനക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, നീ ഇങ്ങനെ കെട്ടപ്പെട്ടവനെ പോലെ നിൽക്കാം. എന്നാൽ ലേഹിയിൽ 3000 പേർ ഒറ്റിക്കൊടുത്തവൻ, 3000 പേർ ചേർന്ന് കെട്ടിയവൻ ലേഹിയിലെത്തിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ മേൽ കെട്ടിയിരുന്ന കയറുകൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. ആ കയറുകൾ ദ്രവിച്ചുപോയി. ഇന്നൊരു പകൽക്കാല നിന്റെ ദൈവത്തിന്റെ നീതി, നിനക്കുള്ളവർ നിന്നെ കെട്ടി ഏൽപ്പിച്ച ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാൻ, നീ രക്ഷപ്പെടാതെ വണ്ണ് ചിലരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ നിനക്കെതിരെ പണിതെടുത്ത കയറുകൾ, നിനക്കെതിരെ വാങ്ങിയെടുത്ത കയറുകൾ നിന്നെ പാറയിൽ നിന്ന് ലേഹിയിലെത്തിച്ചോ. പക്ഷേ ഇതാ അവിടെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, നിന്റെ ദൈവത്തിന്റെ നീതി ആ കയറുകളെ കത്തിച്ചു കളയുകയാണ്. എൻ്റെ ദൈവത്തിനൊരു നീതിയുണ്ട്, അവൻ എൻ്റെ കയറുകളെ കത്തിച്ചു കളയോ. ഹോളി സ്പിരിറ്റ്, സ്തോത്ര. നാളുകൾ കഴിഞ്ഞു. ശിംശോൻ വീണ്ടും ഫെലിസ്ത്യരുടെ പട്ടണത്തിനകത്തായി. ശിംശോൻ ഫെലിസ്ത്യരുടെ പട്ടണത്തിനകത്ത് നിൽക്കുമ്പോൾ ദലീല എന്ന് പറയുന്ന സ്ത്രീയുമായി താൻ കണക്റ്റ് ആവുന്ന സമയമാണ്. സ്തോത്ര. അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാർ 16:11, അവിടെ ശിംശോൻ ദലീലയുടെ അടുക്കൽ പറയുകയാണ്, ആരെയും പെരുമാറിയിട്ടില്ലാത്ത ഒരു പുതിയ കയറ് കൊണ്ടുവന്ന് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. ശിംശോൻ പറയുകയാണ്, ഒരിക്കലും ആരെയും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ടുവന്ന് എന്നെ കെട്ടിയാൽ എൻ്റെ ബലം ക്ഷയിക്കുക. പിശാചിൻ്റെ തന്ത്രമാണിത്. ജീവിതത്തിൽ ആരും കടന്നുപോയിട്ടില്ലാത്ത ചില ബന്ധനങ്ങളിൽ കൂടെ, നിന്റെ കുടുംബത്തിൽ ആരും നേരിട്ടിട്ടില്ലാത്ത ചില ബന്ധനങ്ങളിൽ കൂടെ, നിന്റെ തലമുറയിൽ ആരും കടന്നുപോയിട്ടില്ലാത്ത ചില കഷ്ടതകളിൽ കൂടെ നീ കടന്നുപോയാൽ നിന്റെ ബലം ക്ഷയിക്കുമെന്ന് അവൻ കരുതുന്നത്. നിന്നെപ്പോലെ ശുശ്രൂഷയിലുള്ളവർ
ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചില പോരാട്ടങ്ങളോ, നിന്റെ സമപ്രായക്കാർ ആരും നേരിട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളോ, ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ദുരിതങ്ങളോ നിന്റെ മേളിൽ കടന്നു വന്നാൽ നിന്റെ ബലം ക്ഷയിക്കുമെന്ന പിശാചിന്റെ പദ്ധതി. ആമേൻ. നിന്റെ കുടുംബത്തിലോ കുലത്തിലോ ആർക്കും കേട്ടുകേൾവിയില്ലാത്ത രോഗ, ആമേൻ, നിന്റെ അടുത്തുള്ള ക്ലിനിക്കിലോ നിനക്ക് പരിചയമുള്ള ഡോക്ടേഴ്സിനോ ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്ത പ്രശ്ന. ആമേൻ. ഏഷ്യയിൽ ഒരാൾക്ക് മാത്രമേ ഇത് വന്നിട്ടുള്ളെന്നോ 10 വർഷം മുമ്പ് അമേരിക്കയിൽ ഒരാൾക്ക് കണ്ടെന്നും ഒക്കെ പറയുന്ന, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത, മരുന്നോ വൈദ്യശാസ്ത്രമോ എത്തിപ്പെട്ടിട്ടില്ലാത്ത ചില രോഗങ്ങൾ നിനക്കെതിരെ കടന്നു വരുമ്പോൾ പിശാചിന്റെ മണ്ടബുദ്ധി എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ആരെയും ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ആമേൻ, ഒരു ഫ്രഷ് ക്രൈസിസ് കൊണ്ടുവന്നാൽ നീ അവിടെ ബലം ക്ഷയിച്ചു പോകുമെന്ന്. പക്ഷേ ശിംശോ ആരെയും ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത കയറ് ശിംശോനെ കെട്ടി വരിഞ്ഞു മുറുക്കുമ്പോൾ ഒരു നൂല് പോലെ അവനതിനെ പൊട്ടിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പൈതലേ, നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ നിന്റെ പരിചയത്തിലോ ആർക്കും നേരിട്ടിട്ടില്ലാത്ത ചില കഷ്ടതകൾ, ആരും കടന്നുപോയിട്ടില്ലാത്ത ചില പാതകൾ, നിന്റെ സഹോദരങ്ങളിൽ നിന്റെ ചാർച്ചക്കാരിൽ ആരും നേരിട്ടിട്ടില്ലാത്ത ചില വെല്ലുവിളികൾ നിന്റെ നേരെ ഇങ്ങനെ കുതിച്ചു കയറി വരുമ്പോൾ നീ അധൈര്യപ്പെടരുത്, നീ മനസ്സ് കലങ്ങരുത്. നിന്റെ ദൈവത്തിനൊരു നീതിയുണ്ട്. അവൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. അതാരെയും പെരുമാറിയിട്ടില്ലാത്ത, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത, ഉലക ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, നിനക്കറിയാവുന്ന ഒരു പാസ്റ്ററും നേരിട്ടിട്ടില്ലാത്ത, നിനക്കറിയാവുന്ന ഒരു സഹോദരങ്ങളും കടന്നുപോയിട്ടില്ലാത്ത തീവ്രമായ പരിശോധനയ്ക്കകത്തുകൂടെ നീ കടന്നു പോകുമ്പോൾ നിന്നോടൊരു വാഗ്ദത്തമുണ്ട്. യഹോവ നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലെ പരിശോധന നിനക്ക് മുൻപേ ആരും നേരിട്ടിട്ടില്ലാത്തതാണ്. പക്ഷേ ഇന്ന് പകൽ ദൈവം ആ കയറിനെ അറുക്കുകയാണ്. അതരം തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നാട്ടെ. നിന്റെ ദൈവത്തിന് നിന്നോടൊരു നീതിയുണ്ട്. അവൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളയുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ നാലാമത് മറ്റൊരു കയറിനെ കുറിച്ച് പറയാം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് എന്ന ഭക്തനായ മനുഷ്യൻ തൻ്റെ സങ്കീർത്തനങ്ങളിൽ 140-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഗർവികൾ എനിക്കായി കണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. ഓ, മറഞ്ഞിരിക്കുന്ന കയറുകൾ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിനക്കെതിരെ മറഞ്ഞിരിക്കുന്നതായ കയറുകൾ, നിനക്കെതിരെ മറഞ്ഞിരിക്കുന്നതായ കയറുകൾ പേർഷ്യയുടെ മണ്ണിൽ, സ്തോത്ര, പേർഷ്യയുടെ തലസ്ഥാനമായ ശൂശൻ രാജധാനിക്കരികെ, സ്തോത്ര, ഒരു വീട്ടിനകത്ത് ഒരു കഴുമരവും കയറും ഒരുക്കി വെച്ചിരിക്കുക. ആരും അറിയാതെ അത് മറച്ചു വെച്ചിരിക്കുക. മൊർദെഖായി എന്ന മനുഷ്യന്റെ കഴുത്തിൽ കുരുക്കേണ്ടതിന് ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, എവിടെയൊക്കെ രഹസ്യമായി നിനക്കെതിരെ കയറ് ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നീ നടന്നു പോകുമ്പോൾ വഴിയിൽ പതിയിട്ട് നിന്റെ കാലിന് കുടുക്കിടാൻ നിന്റെ വഴിയിൽ മറച്ചു വെച്ചിരിക്കുന്ന കയറുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആമേൻ നിന്നെ കുടുക്കേണ്ടതിനിട്ട പാപത്തിന്റെ കയറുകളാകട്ടെ, നിന്നെ ട്രാപ്പ് ചെയ്യേണ്ടതിനിട്ട ഏതൊരു പാപത്തിന്റെ ട്രാപ്പുമാകട്ടെ, അകർത്യത്തിന്റെ ട്രാപ്പുമാകട്ടെ, ഫിനാൻഷ്യൽ ട്രാപ്പുകളാകട്ടെ, ഇന്ന് പകൽ എനിക്കെതിരെ വെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന കയറുകൾ എൻ്റെ ദൈവം നീതിമാനാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, നിന്നെ പരസ്യകോലമാക്കാൻ, നിന്നെ ഒരു ആക്ഷേപപാത്രമാക്കാൻ പിശാച് ഏത് കയറുകൾ മറച്ചു വെച്ചാൽ എന്നെയും നിന്നെയോ ആ കയറിനകത്ത് ദൈവം കൊണ്ട് പെടുത്തത്തില്ലെന്നേ. ദൈവം നീതിമാനാണെന്നേ. ഏത് ഷുഗർ കോട്ടഡ് ആമേൻ സംഗതിക്കകത്ത് ആ കയറ് മറച്ചു വെച്ചാൽ, ഏത് സ്നേഹ സദ്യക്കകത്ത് ആ കയറ് മറച്ചു വെച്ചാൽ, ഏത് പുഞ്ചിരിക്കുന്ന
മുഖത്തിനകത്ത് കയറ് മറച്ചു വെച്ചാല്, ഏത് ആത്മീയ ഗോളത്തിനകത്ത് ആ കയറ് മറച്ചു വെച്ചാല്, ഏത് ഉറ്റ സ്നേഹിതരുടെ അകത്ത് കയറ് മറച്ചു വെച്ചാല്, പിശാച് ഏറ്റവും കുടില തന്ത്രത്തോടുകൂടെ നീ ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഒരു കയറ് മറച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ തന്ന വാക്കിനെ ഞാൻ അങ്ങനെ ഉരുവിടുകയാണ്. അത് മറഞ്ഞിരിക്കുന്ന ഇടത്ത് ആ കയർ ദ്രവിക്കുക. അത് നിന്റെ കാലിൽ പിണയത്തില്ല, അത് നിന്നെ പിടിക്കത്തില്ല. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. അതാരചാര്യ ലജേ രദാരി ഘടകധരേ ഓ ശബാരചാര്യ രബദാരകം ധേരി ഉലഘടകജരം പ്രവാർത്ഥേനിയ രഗടഘടക ശാരദൗഡ വാർത്ഥേ രമഞ്ചാലിയേ പ്രവാർത്ഥേനിയേ ലഗസാരദനേ അടമംഗലൗഡ പ്രവാർത്ഥേ ശബാരസേ ലദേ റിഗ ജനാദരേ അരുധനം പ്രവേ. സ്തോത്രം 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 സ്തോത്രം. നിന്നെ കുരുക്കാൻ, നിന്റെ മക്കളെ കുരുക്കാൻ ഇട്ടിരിക്കുന്ന മറച്ചിരിക്കുന്ന കയറുകൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അത് ഉൾമുറിയിൽ ദ്രവിക്കുന്നത്, അത് ഉൾമുറിയിൽ ഇങ്ങനെ ദ്രവിച്ചു പോകുന്നത്. ഓ ലബസല ബലാസല ബല ബല ജനം ജന റുബന്ധരം വടം ബാലി വടങ്കാല ഘടകത്തിനാജി അർത്ഥം ബലക്കസി മാർത്തേനി അജുലബല ഗൈഡവ പ്രവർത്താനി അന്തരം പരമ്പാര ഘടകം വിവേനിപകം പരമ്പാലിയ ഉലകത്തനാദിയ ഓരവ പ്രവാർത്തി. എവരി ബാൻഡ് ഓഫ് ഡിമോണിക് സ്ട്രാറ്റജീസ്, എല്ലാ പൈശാചിക തന്ത്രങ്ങളുടെ കയറുകൾ ഇന്നു പകൽ അത് പൊട്ടുന്നത് കൊണ്ട് സ്തോത്രം. പിശാച് ശക്തി കൊണ്ട് മാത്രമല്ല അഭിഷക്തന്മാർക്കെതിരെ പോരടിക്കുന്നത്, പിശാച് തന്ത്രങ്ങൾ കൊണ്ടും പോരടിക്കുക. ആമേ, ആ തന്ത്രമാണ് മറഞ്ഞിരിക്കുന്ന കയറുകൾ. അബലഘടകരകത്തരാതി. പക്ഷേ നിനക്കെതിരെ കണിയും കയറും മറച്ചു വെച്ചിരിക്കുമ്പോൾ ഇതാ ഗർവികൾ എനിക്കെതിരെ കണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ദാവീദിനെതിരെ മറച്ചു വെച്ച ഒരു കണിയും കയറോ ദൈവം സഫലപ്പെടുത്തിയില്ല. ശൗല് ആമേൻ 100 അഗ്രചർമ്മങ്ങളെ ചോദിക്കുമ്പോൾ അതിനകത്തൊരു കയറും കെണിയും മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷെ ദൈവം ദാവീദിന് ജയം നൽകി. തൻ്റെ മകൾ മീഖളെ ദാവീദിന് ഭാര്യയായി കൊടുക്കുമ്പോൾ അതിനകത്തൊരു കണിയും കയറോ ശൗല് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം അത് സഫലപ്പെടുത്തിയില്ല. നിന്റെ കുടുംബത്തിൽ കൂടെ, നിന്റെ കുടുംബ ജീവിതത്തിൽ കൂടെ, നിന്റെ ജോലിയിൽ കൂടെ, നിന്റെ വിവാഹത്തിൽ കൂടെ, നിന്നെ ചില ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച് നിനക്ക് ചിലർ പണം നൽകി നിന്നെ ട്രാപ്പിനകത്തിടാൻ വേണ്ടി കണിയും കയറും ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിനെ, ആ കയറിനെ പൊട്ടിക്കുകയാണ്. ഓ, ഞാൻ ആ പോയിന്റിനെ തൊട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിനെ അതിനകത്ത് നിർത്തുകയാണ്. അബലഘടകർത്ഥനാദിയ ഈ ജനമാര ഘടകർത്ഥനാദി. ഇന്ന് പകൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന വെളിപ്പാടിനെ പറയുകയാണ്. ചില ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച് അങ്ങനെ ചില ട്രാപ്പുകൾക്കകത്ത് ഒതുക്കാൻ ശത്രുവിട്ട കയറുകൾ എൻ്റെ ദൈവം പൊട്ടിക്കുന്നത് ഞാനിങ്ങനെ വെളിപ്പാടിനകത്ത്. സ്തോത്രം 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 സ്തോത്രം. ഓ സ്പിരിറ്റ്, ഞാൻ അടുത്ത കയറിലേക്ക് കയറാം. 5-ാമത്തെ കയറ് യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. യെഹെസ്കേൽ 3:25. ഹോളി സ്പിരിറ്റ്, അവിടെ യെഹെസ്കേലിന്റെ അടുക്കൽ ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. ഓ, അവർ നിനക്ക് പെരുമാറാൻ കഴിയാതെ വണ്ണം, ആമേൻ, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നോട്
നിന്നോട് സംസാരിച്ചു, നീ ചെന്ന് വീട്ടിനകത്ത് കതകടച്ചു പാർക്ക. കണ്ടോ? അപ്പൊ ഈ കയറുകൊണ്ട് കെട്ടിയാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? വീട്ടിനകത്ത് കതകടച്ച് പാർക്കേണ്ടി വരും. സ്തോത്ര. എന്നിട്ട് അടുത്ത ഭാഗത്ത് 26-ാം വാക്യത്തിൽ പറയുകയാണ്, നിനക്കവരോട് സംസാരിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകുമെന്നാ പറയുന്നത്. സ്തോത്ര. എന്ന് പറഞ്ഞാൽ ആമേൻ, നിന്നെ വീട്ടിനകത്ത് ഒതുക്കും. ആമേൻ. 2, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുക. എന്താണെന്നറിയാമോ? നിനക്ക് പെരുമാറുവാൻ കഴിയാതെ വണ്ണം നിനക്ക് ബന്ധിക്കുക. നിനക്ക് പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കേട്ടോ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ടിഫിൻ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. നിന്റെ ഭർത്താവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റുകയില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല. നിനക്ക് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയില്ല. നിനക്ക് പ്രസംഗിക്കാൻ പറ്റുകയില്ല. നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല. നിന്റെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിയുകയില്ല. 2 നില വീടിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പ് നിനക്കിങ്ങനെ കണ്ടോണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. പെരുമാറാൻ കഴിയത്തില്ല. നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. അതൊരു കയറാണ്. ഇന്ന് പകൽക്കാല നീ പെരുമാറരുതെന്ന് പറഞ്ഞ് ആമേ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യു ഷാൽ നോട്ട് ഗോ ഔട്ട് എമോങ് ദം. നീ അവരുടെ ഇടയിലോട്ട് കയറാതെ വേണ്ട, നീ അവരുടെ ഇടയിൽ കാണാതെ വേണ്ട. നിന്നെ ഒതുക്കേണ്ടതിനുള്ള കയറ് ശുശ്രൂഷകളിൽ ആമേൻ നീ അവരുടെ ഇടയിൽ നിൽക്കരുതെന്ന്. ആമേൻ. നിന്റെ കുടുംബത്തിൽ ഒരു സംഗതി വന്നാൽ നീ യു ഷുഡ് നോട്ട് ഗോ എമോങ് ദം. നീ അവരുടെ ഇടയിൽ വരാതെ വീട്ടിനകത്ത് കതകടച്ച് നിന്റെ നാവ് അകത്തോട്ട് അണ്ണാക്കിലോട്ട് പറ്റി നിനക്ക് ചലിക്കാൻ കഴിയാതെ വേണ്ട. നിന്നെ രോഗം കൊണ്ട് നിന്നെ വല്ലാതെ ഒതുക്കി മൂലക്കിരുത്താമെന്ന് ശത്രു കരുതുന്ന ചില കയറുകൾ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യഹോവ നീതിമാൻ, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് എവിടെയൊക്കെയോ ചില ശുശ്രൂഷകന്മാരുമായി പരിശുദ്ധാത്മാവ് ഇതിനെ കണക്ട് ആക്കുന്നു. ഹോളി സ്പിരിറ്റ്, നീ ശുശ്രൂഷയിൽ പ്രകാശിക്കാതെ, നീ ശുശ്രൂഷയിൽ ഇറങ്ങാതെ, നീ ശുശ്രൂഷയിൽ ചലിക്കാതെ ഒരു കയറ് നിന്നെ കെട്ടുകയാണ്. നീ പെരുമാറരുതെന്ന് പറഞ്ഞ് നിന്റെ ബന്ധങ്ങളെ തകർക്കുകയാ, നിന്റെ കണക്ഷനുകളെ തകർക്കുക. പക്ഷേ ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന്റെ തീ നിനക്ക് വേണ്ടി ചലിക്കുക. നിന്നെ വിളിച്ച ദൈവ നീതിമാൻ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവ നീതിമാൻ, നിന്നോട് അവനൊരു വിശ്വസ്തതയുണ്ട്, നിന്നോട് അവനൊരു വാഗ്ദത്തമുണ്ട്, നിന്നോട് അവനൊരു നീതിയുണ്ട്, നിന്നോട് അവനൊരു കരുണയുണ്ട്. നീ പെരുമാറരുതെന്ന് പറഞ്ഞ്, നീ പബ്ലിക്കിൽ വരരുതെന്ന് പറഞ്ഞ് നിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ വെട്ടി, നിന്റെ ഓപ്ഷനുകളെ മുടക്കി ശത്രു നിന്റെ പെരുമാറ്റത്തെ ബന്ധിക്കുന്ന അകത്ത് ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് എൻ്റെ ദൈവം നിന്റെ കയറുകളെ അറുത്തു കളയുകയാണ്. കരമുയർത്തി എൻ്റെ ദൈവം നീതിമാനെന്നൊന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം നീതിമാനെന്നൊന്ന് പറഞ്ഞ് നീ പെരുമാറാതെ, നീ ഇടയിൽ കയറാതെ, നീ ചലിക്കാതെ കതകടച്ച് വീട്ടിനകത്തിരുത്തി നാവണ്ണാക്കിനോട് പറ്റുമാറാക്കി എവിടെയോ നിന്നെ ഒതുക്കുന്ന കയറുകൾ ഇന്ന് പകൽ ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ജന ഉടജ രജൻ ജരാ ജരാ റമലഗഡ ധേരിധര ജംബരാധര പ്രൗഢാശാലപക്കം പ്രവേശീരദാലഘടകർത്തനാദി. സമയം ഇങ്ങനെ വേഗത്തിൽ പോവുകയാണ്. ഞാനൊരു 2-3 കയറുകളെ കൂടെ പറയട്ടെ. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ പെരുമാറാതെ നിന്നെ ഒതുക്കാൻ കെട്ടിയ ചില കയറുകൾ ഇന്ന് പകൽ എൻ്റെ അപ്പൻ അഴിക്കുക. നീതിയുള്ള എൻ്റെ ദൈവ, the righteousness of God. ആമേൻ. ജീസസ്. 3-ാം അധ്യായത്തിൽ യെഹെസ്കേലിന് ബന്ധനമാണ്. എന്താ ബന്ധനമെന്നറിയാമോ? പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം, പെരുമാറാൻ കഴിയാത്ത ബന്ധനം. പക്ഷേ വീണ്ടും തൻ്റെ മേൽ കിടക്കുന്ന നിയോഗത്തിനേറ്റതായ അടുത്ത ബന്ധനത്തിലേക്ക് താൻ കയറുകയാണ് 4-ാം അധ്യായത്തിൽ. അത് ദൈവം തന്നെ തനിക്ക് അനുവദിക്കുന്നതാണ്. അത് യെരൂശലേമിൻ്റെ നിരോധനകാലവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ഒരു മർമ്മത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം.
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യെഹെസ്കേൽ 4:8, നിന്റെ നിരോധന കാലം തികയുവോളം നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന്. മോനെ ആ വാക്യം മാറ്റല്ലേ. നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന്. നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. രോഗത്തിൻ്റെ വശത്ത് നിന്ന് സൗഖ്യത്തിൻ്റെ വശത്തേക്ക്, ദാരിദ്ര്യത്തിൻ്റെ വശത്ത് നിന്ന് സമൃദ്ധിയുടെ വശത്തേക്ക്, സങ്കടത്തിൻ്റെ വശത്ത് നിന്ന് സമാധാനത്തിൻ്റെ വശത്തേക്ക്. You are not able to see the other side of the life. ജീവിതത്തിൻ്റെ അതർ സൈഡ് നിനക്ക് കാണാൻ കഴിയുന്നില്ല. ആമേൻ. വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അതർ സൈഡ് നിനക്ക് കാണാൻ കഴിയുന്നില്ല. ശുശ്രൂഷയുടെ ഒരു അതർ സൈഡ് നിനക്ക് കാണാൻ കഴിയുന്നില്ല. കുടുംബജീവിതത്തിൻ്റെ ഒരു അതർ സൈഡ് നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. ഓ, നിന്റെ സിറ്റിയുടെ ഒരു അതർ സൈഡ് നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇന്നു പകൽ നീ ലൈഫിൻ്റെ അതർ സൈഡ് കാണാതെ, ഓ ആമേൻ, നിന്റെ ജീവിതത്തിൻ്റെ ഒരു നന്മയുടെ വശം കാണാതെ നിന്നെ കെട്ടിയിരിക്കുന്ന ഒരു കയറ്. നീ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചോ, പക്ഷേ നീ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, കാൽവറിയിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാൽവറിയിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ, മാനുഷികമായ കാഴ്ചപ്പാടിൽ സ്തോത്ര, നമുക്ക് കാൽവറിയെ കാണുവാൻ കഴിയുക. ഗദസമനയിൽ രക്തം വിയർക്കുന്നവനായ യേശു, ഗബത്തയിൽ ഉഴവുചാൽ പോലെ പുറംപൊളിക്കപ്പെട്ടവനായ ക്രിസ്തു, അവിടെ നിന്ന് സ്തോത്രം രക്തം വാർന്ന് മരക്കുരിശുമായി ഗോൽഗോത്തയുടെ ഗിരിമുകളിലേക്ക് കടന്നു ചെന്ന് ഇരു കള്ളന്മാരുടെ നടുവിൽ മുറിവേറ്റ് തകർന്നവനായിരിക്കുന്ന ക്രിസ്തു, കണ്ടാൽ ആളറിയാതെ വണ്ണം വികൃതമായി കിടക്കുന്ന ഒരു മനുഷ്യക്കൊല. ആമേൻ. ഏങ്ങി ഏങ്ങി നമ്മൾ കരയുന്ന ഒരു ഭാഗം പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്തൊക്കെ നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുക. പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയുടെ പെയിൻ, വേദനയെ നമുക്ക് കാണുവാൻ കഴിയുക. പക്ഷേ പൗലോസിൻ്റെ ലേഖനങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് എൻ്റർലി ഡിഫറൻ്റ് ആണ്. ആമേൻ. പൗലോസ് പറയുകയാണ്, ആമേൻ, അവൻ വാഴ്ചകളെ അധികാരങ്ങളെയും ക്രൂശിന്മേൽ ആയുധവർഗം വയ്പ്പിച്ചോ, ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി, വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞോ, സമാധാനമുണ്ടാക്കി, സാത്താൻ്റെ തലയെ തകർത്തോ. അപ്പൊ പൗലോസ് കാൽവറിയിലേക്ക് നോക്കുമ്പോൾ മുറിവേറ്റ ക്രിസ്തുവിനെയല്ല കാണുന്നത്, പകരം തകർക്കപ്പെട്ട പിശാചിനെയാണ് കാണുന്നത്. പൗലോസ് കാൽവറിയിലേക്ക് നോക്കുമ്പോൾ മുൾക്കിരീടം ചൂടിയ യേശുവിനെയല്ല കാണുന്നത്, തല പിളർന്ന പൈശാചിക ശക്തിയെയാണ് കാണുന്നത്. ഹോളി സ്പിരിറ്റ്. ആമേൻ. പൗലോസ് കാൽവറിയിലേക്ക് നോക്കുമ്പോൾ കുതികാൽ തകർന്ന മനുഷ്യപുത്രനെയല്ല കാണുന്നത്, പകരമോ തല തകർന്ന പിശാചിനെയാണ് കാണുന്നത്. കാൽവറിയിൽ രണ്ട് കാഴ്ച കാണാൻ കഴിയുക. ഒന്ന് കുതികാൽ തകർന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ, രണ്ട് സ്തോത്ര തല തകർന്ന പിശാചിന്റെ കാഴ്ച. ഇതാണ് അതർ സൈഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ പൈതലേ, ഇതുപോലെ ശുശ്രൂഷയ്ക്കകത്തോ ഒരു അതർ സൈഡ് ഉണ്ട്. സ്തോത്ര. യേശു കർത്താവ് പറഞ്ഞു, എന്നെ ഒരുത്തൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ആമേ, ക്രൂശെടുത്ത് കഷ്ടം സഹിപ്പാൻ മനസ്സുള്ളവനായി എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ അതേ ക്രിസ്തു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്ന്. ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ആമേ, എല്ലാവരും അവനെ പകയ്ക്കുമെന്ന്. അതേ യേശു മറ്റൊരിടത്ത് പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ അധികാരത്തെ നിങ്ങൾക്ക് നൽകുന്നുവെന്ന്. ആമേ. ഒരിടത്ത് കർത്താവ് പറഞ്ഞു, സഞ്ചിയും പൊക്കണവുമില്ലാതെ നീ പോകണം. മറ്റൊരിടത്ത് കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടുണ്ടായോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, ക്രിസ്ത്യാനിറ്റി ഒരു ബയാസ്ഡ് അല്ല, അത് പോവേർട്ടി ബയാസ്ഡുമല്ല, അത് പ്രോസ്പെറിറ്റി ബയാസ്ഡുമല്ല. ഇതിനകത്ത് രണ്ടും കാണുവാൻ കഴിയുക. ഇതിനകത്ത് രണ്ടും കാണുവാൻ കഴിയുക. ഇതിനകത്ത് കഷ്ടവുമുണ്ട്, ഇതിനകത്ത് വിടുതലുമുണ്ട്. ഇതിനകത്ത് ആമേൻ നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടവുമുണ്ട്. ഇതിനകത്ത് അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യ ഘനവുമുണ്ട്. ഇതിനകത്ത് 7 മടങ്ങ് അധികം കാഠിന്യമേറിയ അഗ്നിചൂളയുമുണ്ട്. ആ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന നാലാമനുമുണ്ട്. ഇതിനകത്ത് സിംഹങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ സിംഹങ്ങളുടെ വായടയ്ക്കുന്ന ദൂതനുമുണ്ട്. ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് 100ാമത്തെ വയസ്സ് വരെ മക്കളുണ്ടാകാത്ത മനുഷ്യനുണ്ടെങ്കിൽ 100ാമത്തെ വയസ്സിൽ അത്ഭുതകരമായി തലമുറ ജനിച്ച
നീ ഒരു വശത്ത് കിടന്ന് സഫറിങ്സ് മാത്രം കാണുകയാ. നിനക്ക് മറുവശത്തേക്ക് തിരിഞ്ഞ് മിറക്കിൾസ് കാണാൻ കഴിയുന്നില്ല. ഹോലി സ്പിരിറ്റ്, ഇന്ന് പകൽ ദൈവം നിന്നെ തൊടുന്ന പകലാ ദൈവ പൈതലേ. നിന്റെ കയർ മുറിയുമ്പോൾ യു ക്യാൻ സീ ദ അതർ സൈഡ് ഓഫ് ദ ലൈഫ്. നീ മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. യഹോവ നീതിമാൻ, അവൻ ദുഷ്ടൻ്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി ഇന്ന് ചില കയറുകളെ അറക്കുകയാ. നീ കാണും ചില നന്മകളിലേക്ക്. സ്തോത്രം. അടുത്തതായ ഒരു കയറിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഞാനത് പറഞ്ഞ് പ്രധാനപ്പെട്ട 3 പോയിന്റുകളും കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. യേശു നോക്കുമ്പോൾ അവളെ കെട്ടിയിരിക്കുന്ന കയർ എന്തിൻ്റെ കയറായിരുന്നുവെന്നറിയാമോ? രോഗത്തിൻ്റെ കയറായിരുന്നു. രോഗത്തിൻ്റെ കയർ. യഹോവ നീതിമാൻ, അവൻ രോഗത്തിൻ്റെ കയറുകളെ അഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ കയറുകൾ ഇതിനകത്ത് അഴിയുകയാണ്. ഞാൻ ദുഷ്ടൻ്റെ 7 കയറുകളെ പറഞ്ഞു. ഞാൻ അവയെ ആവർത്തിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട 3 സംഗതികൾ കൂടെയുണ്ട്. അടുത്ത ഒരു ഭാഗം, എങ്ങനെ ഈ കയറുകൾ അഴിയും, ഈ കയറുകൾ എങ്ങനെ അഴിയും. ഒന്ന് ഞാൻ ആരംഭത്തിങ്കിലേ പറഞ്ഞു, യഹോവ നീതിമാൻ, അവൻ ദുഷ്ടൻ്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്താണ് ഈ മരണവാശം? മരണവാശം എന്ന് പറഞ്ഞാൽ കേവലം മരണമല്ല. 116-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മരണവാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. മരണവാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അപ്പം മരണവാശം ഒരുത്തനെ ചുറ്റിക്കഴിഞ്ഞാൽ, മരണത്തിൻ്റെ കയറ് ഒരുത്തനെ ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പാതാളത്തിൻ്റെ വേദനകൾ അതിനോടുകൂടെ കാണും. കയറുകൊണ്ടൊരു മനുഷ്യനെ, മരണത്തിൻ്റെ കയറുകൊണ്ട് ഒരു മനുഷ്യനെ മുറുക്കി കെട്ടിയാൽ പെയിൻ ഓഫ് ഹെൽ, പാതാളത്തിലെ നരകത്തിലെ വേദന ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയും. പാതാളത്തിൻ്റെ വേദന ഇവിടെ. മരണത്തിൻ്റെ കയറുകൊണ്ട് നമ്മളെ കെട്ടിയാൽ നമ്മൾ നരകത്തിൽ വരെ പോകണ്ട വേദന അനുഭവിക്കാൻ, പാതാളം വരെ ഇറങ്ങണ്ട. ധനവാൻ യാതനാ സ്ഥലത്ത് വെച്ച് അനുഭവിച്ച ആ വേദന നമുക്കിവിടെ വെച്ച് അനുഭവിക്കാൻ കഴിയും. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, പാതാളത്തിലെ വേദന, ദ പെയിൻ ഓഫ് ഹെൽ, അത് എന്നെ പിടിച്ചു. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. ജീവിതത്തിൽ മരണവാശം ചുറ്റിയാൽ അനുഭവങ്ങളെല്ലാം ദുർഘടമായിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എവിടെയൊക്കെയോ കഷ്ടവും സങ്കടവും വേദനയും മാത്രം നിന്നെ പിടിക്കുമ്പോൾ ആ കയറിൻ്റെ പേർ മരണവാശമെന്നാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2:24 പറയുകയാണ്, ദൈവമോ മരണപാശങ്ങൾ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം മരണപാശം, ഈ കയർ ആരഴിക്കും? യഹോവ നീതിമാൻ, അവൻ ദുഷ്ടൻ്റെ കയറുകളെ അറുത്ത് കളഞ്ഞിരിക്കുന്നു. ഇന്നീ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ദുഷ്ടൻ്റെ കയറുകളെ അറുക്കുകയാണ്. എന്നാൽ രണ്ടാമതൊരു ഭാഗമുണ്ട്. 2-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 3-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ഞാനതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറി ആ ഒരു വാക്യത്തെ മാത്രം എടുക്കുകയാണ്. ബൈബിളിനൊരു പ്രത്യേകതയുണ്ട്. എവറി വേർഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എൻ്റെ കോണ്ടെക്സ്റ്റ് വിട്ട് ഞാൻ അതിലേക്ക് മാത്രം വരികയാണ്. ഓരോ വാക്കിനകത്തും ജീവനും ചൈതന്യം ഉള്ളതുകൊണ്ട് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളക. ശിംശോൻ്റെ മേൽ കെട്ടിയ കെട്ട് ആരാ അഴിച്ചേ? തൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിന്റെ കയറുകളെ പൊട്ടിക്കും. നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തി നിന്റെ കയറുകളെ പൊട്ടിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് അഭിഷേകം തന്നത് ഞാനൊന്ന് ചലിക്കാനാ,
എൻ്റെ കൈകാലുകളൊന്ന് ചലിക്കാനാ, എൻ്റെ അഭിഷേകം ഒന്ന് ചലിച്ചാൽ, എൻ്റെ അകത്തുനിന്നൊരു തീ പുറപ്പെട്ടാൽ കരിയേണ്ടത് കരിയും, കത്തേണ്ടത് കത്തും. ഇന്ന് പകൽ എൻ്റെ വിടുതലിന് ഒരു പ്രവാചകനും വരണ്ട, എൻ്റെ വിടുതലിന് ഒരു പാസ്റ്ററും വരണ്ട. എൻ്റെ വിടുതൽ എൻ്റെ അഭിഷേകത്തിനകത്താ, എൻ്റെ വിടുതൽ എൻ്റെ വിശ്വാസത്തിനകത്താ, എൻ്റെ വിടുതൽ എൻ്റെ കണ്ണുനീരിനകത്താ, എൻ്റെ വിടുതൽ എൻ്റെ വായിലെ വാക്കിനകത്താ, എൻ്റെ വിടുതൽ എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിനകത്താണ്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിക്കാം. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് നമ്മൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞേ, നമ്മൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞേ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന പൊട്ടിക്കും, നിങ്ങളുടെ രാത്രി പ്രാർത്ഥന പൊട്ടിക്കും, നിങ്ങളുടെ ആരാധന പൊട്ടിക്കും. നിങ്ങൾ സഭയിൽ ആരാധിച്ച് കൈയടിച്ച് അന്യഭാഷകൾ പറഞ്ഞ് കയറി വരുമ്പോൾ കയറ് പൊട്ടുന്ന്. നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു പിള്ളേരെ കൊണ്ട് നീ ഇരുന്ന് കൈകൊട്ടി പാടുമ്പോ ടെറിട്ടോറിയൽ പവേഴ്സിന്റെ കയറുകൾ പൊട്ടുവന്ന്. രാത്രിയുടെ യാമങ്ങളിൽ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ദുരാത്മാവിന്റെ, ദുർഭോരികളുടെ കയറുകൾ പൊട്ടുവന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറ് പൊട്ടും. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറ് പൊട്ടും, എന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറ് പൊട്ടും. ശത്രുവിന്റെ കയറുകൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പൊട്ടും. എന്റെ മുഴങ്കാലിന്റെ മുൻപാകെ പിശാചിന്റെ കയറുകൾ പൊട്ടും. അത് രോഗത്തിന്റെ കയറുകളാകട്ടെ, ഞാൻ മറുഭാഗത്തേക്ക് തിരിയാത്ത കയറുകളാകട്ടെ, ഏത് വ്യാജ ഭാഷവുമാകട്ടെ, ഏത് ഹെവി ബേഡന്റെ ബാൻഡുകളുമാകട്ടെ, എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ, എന്റെ കൃപാവരത്തിന്റെ മുൻപാകെ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുൻപാകെ ആ കയറുകൾ പൊട്ടും. ആരാധിച്ച് 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 കയറി വാ. സ്തോത്രം ചെയ്ത് കയറി വാ. നിനക്കെതിരായ പിശാചിട്ട മറച്ചു വെച്ച കയറുകൾ, പൊതിഞ്ഞു വെച്ച കയറുകൾ തീ കൊണ്ട ചണനൂല് പോലെ ദ്രവിച്ചു പോകുന്ന മിനിറ്റുകളാ. അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് കയറി വാ. അഭിഷേകത്തോടെ നിന്റെ കൈകാലുകൾ ചലിക്കട്ടെ, നിന്റെ മേൽ കിടക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, മരണപാശങ്ങൾ അഴിയട്ടെ, കഷ്ടതയും വേദനയും നിന്നെ വിട്ടുപോകട്ടെ. ഒരു ഉയർപ്പിന്റെ വ്യാപാര ശക്തി ഇന്നു പകൽ ദൈവത്തിന്റെ അധികാരത്തിൽ ഇതിനകത്ത് കത്തിക്കയറട്ടെ. സമാജനം പ്രവർത്താനിയ ലോർമ സിഖറ്റാനിയ ലഥാനിയ പ്രവാചിയ. The Holy Spirit is moving. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് അവന്റെ കെട്ടഴിക്ക് അവൻ പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ ബെഥാന്യയിലെ വീട്ടിൽ ചെന്ന് ലാസറിനെ വിളിച്ചു വെളിയിലിറക്കി അവന്റെ കെട്ടഴിക്ക് അവൻ പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവം നിന്റെ കയറുകളെ ഒറ്റ മിനിറ്റ് കൂടെ. ഒന്ന്, ദൈവം നമ്മുടെ കയറുകളെ പൊട്ടിക്കും. രണ്ട്, നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിൽ നമ്മൾ പൊട്ടിക്കും. എന്നാൽ പൊട്ടിച്ചാൽ മാത്രം പോരാ. ഇയ്യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ദൈവം 3 അധ്യായങ്ങളിൽ 39, 40, 41 3 അധ്യായങ്ങളിൽ ദൈവം 3 മൃഗങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ഫസ്റ്റ് യൂണിക്കോൺ, കാട്ടുപോത്ത്. 2 ബെഹമോത്ത്, നദീഹയം. 3 ലെവ്യാഥാൻ, മഹാനക്രം. ഈ മൂന്ന് മൃഗങ്ങളെ ദൈവം കാണിച്ചിട്ട് ഇയ്യോബിന്റെ അടുക്കൽ ചോദിക്കുക, ഞാൻ ഉണ്ടാക്കിയ 3 സംഗതികളെ നിന്നെ കാണിക്കുക. 1 യൂണിക്കോൺ, കാട്ടിലേത്. 2 സമുദ്രതീരത്ത് കിടക്കുന്നതായ ബെഹമോത്ത്. 3 സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ലിവ്യാഥാൻ. ഞാൻ നിന്നോട് പറയാം, 39:10 കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? അതിന്റെ പിന്നാലെ നീ നിലം നിരത്തുമോ? ഇയ്യോബിന്റെ അടുക്ക പറയാ, മോനെ ഇയ്യോബേ, കാട്ടുപോത്തിനെ ഒരു മനുഷ്യന് പിടിച്ച് പുറകെ കൊണ്ടുപോകാനോ കാട്ടുപോത്തിന്റെ പുറകിൽ നിന്ന് നില ഒഴിവിക്കാനും പറ്റുമോ? അങ്ങനെ
അങ്ങനെയെങ്കിൽ പിശാച് നിന്നെ കയറുകൊണ്ട് കെട്ടുമെന്ന് നീ ചിന്തിക്കരുത്. കാട്ടുപോത്തിന് തുല്യമായ ബലമാ ഞാൻ നിന്റെ അകത്തു നൽകിയിരിക്കുന്നത്. 40-ാം അധ്യായത്തിൽ പറയാ 24-ാം വാക്യത്തിൽ ആമേ ബെഹമോത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ, ബെഹമോത്തിനെ നിനക്കൊന്ന് പിടിക്കാമോ? ബെഹമോത്തിന്റെ മൂക്കിൽ കയറിടാമോ? ബെഹമോത്തിന്റെ മൂക്കിൽ കയറിടാൻ കഴിയത്തില്ലെങ്കിൽ, നദീഹയത്തിന്റെ മൂക്കിൽ കയറിടാൻ കഴിയത്തിൽ, എൻ്റെ അഭിഷക്തനെ, എൻ്റെ കുഞ്ഞെ, നിന്നെ മൂക്ക് കയറിട്ട് തളയ്ക്കാമെന്ന് ആരാടാ ചിന്തിച്ചത്? നടക്കത്തില്ല. എന്നിട്ട് 42-ാം അധ്യായത്തിൽ ദൈവം 3-ാമത്തെ മൃഗത്തെ ചോദിക്കുക, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാവോ? അതിൻ്റെ നാക്കിനെ കയറുകൊണ്ട് അമർത്താമോ? നിന്റെ സ്തുതിയെ, നിന്റെ ആരാധനയെ കയറുകെട്ടി, നിന്റെ നാവിന്റെ അധികാരത്തെ കയറുകെട്ടി അമർത്താമോ? കാട്ടുപോത്തിനെ കെട്ടാൻ കഴിയത്തില്ലെങ്കിൽ, ബെഹമോത്തിനെ കെട്ടാൻ കഴിയത്തില്ലെങ്കിൽ, ലിവ്യാഥാനെ കെട്ടാൻ കഴിയത്തില്ലെങ്കിൽ, പിന്നെ എന്റെ അഭിഷക്തനെ ആർക്ക് കെട്ടുവാൻ കഴിയോ? ഇന്ന് പകൽ ബെഹമോത്തിനേക്കാൾ, യൂണിക്കോണിനേക്കാൾ, ലിവ്യാഥാനേക്കാൾ നീ ശക്തനാണ്.